കേരളത്തിലൊരു സംരംഭം തുടങ്ങുക എന്ന് പറയുന്നത് വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് പുറം നാടുകളിൽ ഈവൻ മാധ്യമങ്ങൾ പോലും കൊട്ടിഘോഷിക്കുന്നത് കേരളത്തിലേക്ക് വരുന്നത് കേരളത്തിലെ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്തവരുണ്ട്. ഇങ്ങനെയുള്ള കഥകളൊക്കെയാണ് ഡേ ടു ഡേ നവമാധ്യമങ്ങളിലൂടെ എല്ലാം സ്പ്രെഡ് ചെയ്യുന്നത്. പക്ഷേ ആരെങ്കിലും എന്തെങ്കിലും ഒരു സംരംഭങ്ങളുമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് വരുമ്പം അവർക്ക് ചിലപ്പം ആ ഒരു ഫീൽഡ് ഫ്രഷ് ആയിരിക്കും. അവരതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന സമയത്ത് അവർക്ക് ഇതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ഒരു പക്ഷേ അവർക്ക് അറിയില്ലായിരിക്കും. അത് അറിവില്ലായ്മയാണ്. ആ അറിവില്ലായ്മയാണ് നമ്മളുടെ എക്സ്പെർട്ടൈസ്. മനസ്സിലായോ? അതായത് അവർക്കറിയില്ലാത്ത കാര്യം ഞങ്ങൾക്കറിയാം. അപ്പൊ ഞങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട എന്ത് കാര്യമാണെങ്കിലും അത് പേപ്പറിൽ വളരെ കറക്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ കേരളത്തിലേക്ക് വലിയ വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ ട്രാക്ക് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഗവൺമെന്റിന്റെ സിസ്റ്റവും ഗവൺമെന്റിന്റെ ഇന്റൻഷനും ഒക്കെ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. പുറത്തുനിന്നുള്ള ഫണ്ട് ഇവിടെ കൊണ്ടുവരികയും ഇത് വളരെ സസ്റ്റൈനബിൾ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്കോ സിസ്റ്റം ഇന്ന് കേരളത്തിലുണ്ട്. ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെയാണ് ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തേണ്ടതെന്നുള്ളതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രൊജക്റ്റുകൾ പോലെ തന്നെ കുറേയേറെ വലിയ പ്രൊജക്റ്റുകൾ ആർക്കും കേരളത്തിൽ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്ത് പോകാനും പറ്റും. അതിൽ മാത്രമല്ല, മുമ്പ് പറഞ്ഞ പോലെ വലിയ സൂപ്പർ ഇൻവെസ്റ്റ്മെന്റുകളായിട്ട് നമുക്ക് മാറ്റാനും പറ്റും.